ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഓർഗനൈസിങ് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ. ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ ഒരു 10 കാറ്റഗറി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഒതുക്കിയിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രസ്സിങ് ഏരിയയുടെയും മെഡിസിൻസ് വെക്കുന്നത് എങ്ങനെയാണെന്നും അങ്ങനെ ഓരോ സെക്ഷൻസാണ് ഫസ്റ്റ് ഡേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ കുട്ടികളുടെ മുറിയിലെ ഓരോ ഷെൽഫുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നാണ് കണ്ടത്. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റേഷനറി, ക്രാഫ്റ്റ് മുതലായ ഐറ്റംസ് എങ്ങനെയാണ് ഇതുപോലുള്ളൊരു ഷെൽഫിൽ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഷെയർ ചെയ്യുന്നത്. സ്റ്റേഷനറിയും ക്രാഫ്റ്റും മാത്രമല്ല, ചെറുവക കുഞ്ഞു ഐറ്റംസും ഞാൻ ഈ ഒരു ഷെൽഫിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇത് കുറേ വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യണതുകൊണ്ട് നല്ല സൗകര്യമായിട്ട് എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒന്നും കൂടിയും ചെറിയ ഐറ്റംസ് നല്ല രീതിക്ക് ഒതുക്കി വെക്കാൻ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് വാങ്ങാൻ കിട്ടും. ഇതധികം വിലയും വരുന്നില്ല, പക്ഷേ നമുക്ക് നല്ല രീതിക്ക് ഷെൽഫുകൾ ഒതുക്കി വെക്കാനും സഹായിക്കും. ഇങ്ങനത്തെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തേക്ക് വാങ്ങാം. അതുപോലെ ഇതുപോലെയുള്ള കൊച്ചു ട്രേകൾ പോലത്തെ ഓർഗനൈസേഴ്സ് വാങ്ങാൻ കിട്ടും. പക്ഷേ ഇതൊക്കെ ഓടിപ്പോയി വാങ്ങുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ എത്രത്തോളം സാധനങ്ങളുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഒതുക്കേണ്ടത്, നമ്മുടെ ഷെൽഫുകൾ വലിപ്പമൊക്കെ അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള ഓർഗനൈസേഴ്സ് വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ബോക്സുകളോ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സോ ഇതിലൊക്കെ നമുക്ക് ചെറിയ ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാം. ആദ്യം ഞാൻ ഒതുക്കി വെക്കുന്നത് കൊച്ചു ഐറ്റംസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്ററീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ, ചെറുവക ഐറ്റംസ് പലപ്പോഴും നമ്മൾ അന്വേഷിച്ചാലും കിട്ടില്ല ആവശ്യമുള്ള സമയത്ത്. അപ്പോൾ അത് കിട്ടാതാവുമ്പോൾ ഈ ഐറ്റംസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഐറ്റംസ് കാണത്തക്ക രീതിയിൽ ഒതുക്കുമ്പോഴാണ് നമുക്കിതൊക്കെ പെട്ടെന്ന് ആവശ്യം വരും എടുക്കാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിൽ ഓരോന്നും തരം തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇന്ന ഐറ്റംസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഓരോ ഷെൽഫിലായിട്ട് ഞാൻ ഓരോ ടൈപ്പ് ഐറ്റംസാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാറ്ററികൾ നമുക്ക് 2 തരം ബാറ്ററികളുണ്ട്. ക്ലോക്കുകളിലും റിമോട്ടിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള ബാറ്ററികളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് നമുക്കത് എടുക്കാം. അതുപോലെ തന്നെ സ്റ്റേപ്ലറിൻ്റെ പിന്നുകളോ USB-കളോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമുക്ക് എന്താണോ നമുക്ക് ചെറിയ ഐറ്റംസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ ഷെൽഫുകളുടെ ഉള്ളിൽ ഇതുപോലെയുള്ള ട്രേകളും ഓർഗനൈസേഴ്സും നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെയാണ് ഞാൻ സ്റ്റേഷനറി ഐറ്റംസും ഒതുക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസും. അപ്പോൾ ഞാൻ അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതിനും പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് അത്യാവശ്യമൊക്കെ കയ്യിൽ പലതരം കളറുകളും പെൻസിലുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്യാന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. പലപ്പോഴും ഇതൊക്കെ ഒതുക്കി വെച്ചാലും വീണ്ടും അത് പഴയ പോലെ അലങ്കോലമായിട്ട് വരും. പക്ഷെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ ബോക്സിലാക്കിയിട്ടൊക്കെ തരം തിരിച്ച് വെക്കാൻ തുടങ്ങിയപ്പോൾ എടുക്കുന്ന ഐറ്റംസൊക്കെ കുറേയും കൂടി അതിലേക്ക് തിരിച്ച് വെക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ഷെൽഫുകൾ നല്ല രീതിക്ക് ഒതുക്കി വെക്കാനായിട്ടും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ ട്രേകളിലായിട്ടും സ്കെച്ചുകൾ, മാർക്കേഴ്സ്, പെന്ന്, പെൻസില് എന്നിങ്ങനെയുള്ളതെല്ലാം തരം തിരിച്ച് ഈ ഷെൽഫുകളുടെ ഉള്ളിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്താണ് വെക്കുന്നത്. ഷെൽഫിൻ്റെ ഉള്ളിൽ ഐറ്റംസ് വെക്കുന്നതിന് മുൻപ് ചെറിയൊരു ഇതുപോലത്തെ ഒരു പേപ്പർ എന്തെങ്കിലും കട്ട് ചെയ്തിടുക. അപ്പോൾ ആ ഷെൽഫ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ്റുകൾ, അക്രിലിക് പെയിൻറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലെയുള്ള ബോക്സുകളിൽ തരം തിരിച്ച് ഇതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് അങ്ങനെ തന്നെ എടുക്കാം. നമുക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ കാണുകയും ചെയ്യാം, എടുക്കാനും പറ്റും. ഈ ബോട്ടിൽസൊക്കെ നമുക്ക് തിരിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് കാണാനായിട്ട് പറ്റും. ഇനി അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. എനിക്ക് പേടിയാണ് അങ്ങനെ തിരിച്ച് വെക്കാം. കാരണം ഏതെങ്കിലും ഒരെണ്ണം പ്രോപ്പറായിട്ട് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അത് തുറന്ന് പോവും. അപ്പോൾ പിന്നെ അത് അതിനേക്കാട്ടും വലിയ പണിയോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സും ഓരോന്നായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ബോക്സ് എടുത്ത് ആവശ്യം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കും. നമ്മളെപ്പോഴും ഏതൊരു സ്പേസ് ഓർഗനൈസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു സ്പേസ് ഒതുക്കി വെച്ചിട്ട് ഈസി ആയിരിക്കുന്നത്. അതായത് നമ്മൾ അത് കുറേ ബോക്സിലും അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ചു വെക്കാൻ പലപ്പോഴും നമുക്ക് മടി തോന്നും. അപ്പോൾ നമ്മളെപ്പോഴും എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് വെക്കാനും എടുക്കാനും പറ്റുക, എളുപ്പത്തിൽ അത് കാണാനും പറ്റുക, അതനുസരിച്ച് വേണം നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ. പെയിൻറ്റ് ബോട്ടിൽസും ഇങ്ങനത്തെ വലിയ ബോട്ടിൽസൊക്കെ ഞാനിങ്ങനെ സൈഡിലായിട്ടാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വലിയൊരു പ്ലാസ്റ്റിക് ഷെൽഫ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഇത് 8 ഷെൽഫുകളാണ്, 8 ഇതുണ്ട്, ഇതിന് ഡ്രോവേഴ്സ് ഉണ്ട് ഇതിന്. പക്ഷേ ശരിക്കും ഇത് 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. 4 എണ്ണത്തിൻ്റെ ആയിട്ട് വരുന്നുണ്ട്, 5 എണ്ണത്തിൻ്റെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് 5 എണ്ണത്തിന് മേടിച്ചിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് യോജിപ്പിച്ച് ഒരു 10 എണ്ണത്തിൻ്റെ ഡ്രോയറുള്ള പോലെ ആക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. പക്ഷേ ഇങ്ങനത്തെ പർപ്പസിനൊക്കെ ഇത് വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പല അളവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിവ്യൂ നോക്കി വായിച്ച് ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ വെക്കുക. അടുത്തതായിട്ട് ഞാൻ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന കൊച്ചു ഇതുപോലത്തെ ഡെക്കറേഷൻ ഐറ്റംസും നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെയാണ്
ഒതുക്കി വെക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇന്നതിൽ ഇന്ന ഐറ്റംസാണ് ഇരിക്കുന്നതെന്ന്. ഇനി നിങ്ങൾക്കത് ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലേബൽ ചെയ്ത് ബോക്സുകളിൽ വേണമെങ്കിൽ അങ്ങനെയും എഴുതി വെക്കുന്നതും നമുക്ക് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഇതുപോലൊരു ബോക്സിൽ നമുക്ക് ക്ലേ മോഡലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് കേക്കിന് ഫോണ്ടനൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ മോൾഡുകളാണ് ഈ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ പെയിൻറ്റ് വെച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഇതുപോലെയുള്ള ഐറ്റംസ് ഞാൻ വേറൊരു ബോക്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ആവാതിരിക്കാനും ഷെൽഫിൽ ഒതുങ്ങിയിരിക്കാനും ഇതുപോലെയുള്ള ബോക്സുകൾ, അത് കുറേ വലുതെടുക്കരുത്, ഇതിനാവശ്യമുള്ള വലുപ്പത്തിലുള്ള ബോക്സ് എടുക്കുക, അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ ഒരുപാട് സ്പേസ് നഷ്ടപ്പെടും. അതുകൊണ്ട് അതനുസരിച്ചുള്ളൊരു ബോക്സ് എടുക്കുക. അതുപോലെ തന്നെ സ്റ്റിക്കറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവില്ല, സീക്വൻസ് സ്റ്റിക്കേഴ്സ്, അതൊക്കെ എല്ലാം കൂടി നമുക്ക് തരംതിരിച്ച് ഈ പ്ലാസ്റ്റിക് കവർ കളയേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെച്ചിട്ട് ആ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാണ്ട് നീളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് ആ ബോക്സുകളിലോ അല്ലെങ്കിൽ ഷെൽഫുകളിലോ എളുപ്പത്തിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ, നമ്മൾ നന്നായി ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഹോൾസെയിൽ കടകളിൽ ക്രാഫ്റ്റിൻ്റെ ഒക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ നല്ല കുറവിന് ഐറ്റംസ് കിട്ടാറുണ്ട്. തൃശ്ശൂരുള്ള ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഹോൾസെയിലായിട്ട് ഇതുപോലെ കളർ പേപ്പേഴ്സ് ആയാലും സ്റ്റിക്കേഴ്സ് ആയാലും ഒക്കെ നല്ല കുറവിന് കിട്ടുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ കളർ പേപ്പേഴ്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ നോർമൽ ഇവിടെ നാട്ടിൽ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പീസിന് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നിന്നാണ് ചിലപ്പോൾ വാങ്ങുക, അല്ലെങ്കിൽ ഹോൾസെയിലിൽ നിന്നാവും. അധികമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനുണ്ടാവുമ്പോൾ സാധാരണ വാങ്ങാറുള്ളത് കളർ പേപ്പേഴ്സ്, ഡെക്കറേഷൻ പേപ്പേഴ്സിനൊക്കെ നമ്മൾ അങ്ങനെ വാങ്ങാറ്. അടുത്തൊരു സെക്ഷനിലാണ് ഞാൻ ഗ്ലൂകളൊക്കെ വെച്ചിരിക്കുന്നത്. അതായത് ഹോട്ട് ഗ്ലൂ ഗണ്ണ് 2 മോഡൽ വെച്ചിട്ടുണ്ട്, വലുതും ചെറുതുമുണ്ട്. അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ പലതരം ഗ്ലൂകളെല്ലാം കൂടി ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെൽഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂ എല്ലാം എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറത്ത്, ഈ ഷെൽഫിൻ്റെ പുറത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലേബിൾ എഴുതി ഒട്ടിക്കാം, ഇന്ന ഐറ്റംസ് ആണ് ഇതിൽ ഇരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ നമുക്ക് എടുത്ത് പലപ്പോഴും വെച്ചത് എവിടെ നിന്ന് എടുത്തത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലേബിളിങ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ സൗകര്യമാണ്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള പെയിൻറ്റുകളും ബ്രഷ് പെന്നുകളും അതൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. A4 ഷീറ്റുകൾ യൂസ് ചെയ്യണമെങ്കിൽ അതും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തയ്ക്കുന്നുണ്ടെങ്കിൽ ടൈലറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സാധാരണ ഈ ഒരു ബോക്സിലാണ് നൂലുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ അത്രയധികം ടൈലറിങ് ഐറ്റംസ് ഒന്നുമില്ല, ഉള്ളതെല്ലാം തന്നെ ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇവിടെയും പലപ്പോഴും നമ്മൾ ഷെൽഫുകളിൽ വെക്കുമ്പോൾ ഈ ഐറ്റംസ് ഉണ്ടെന്നും പലപ്പോഴും നമ്മൾ അറിയില്ല, വീണ്ടും പോയി നമ്മൾ പിന്നെയും മേടിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മളെപ്പോഴും വീട്ടിൽ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം. നമുക്ക് സമയം ലാഭിക്കാം, നമ്മുടെ പൈസ ലാഭിക്കാം, വെറുതെ അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടാതെ നമുക്ക് സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ബോക്സിലായിട്ട് ഞാൻ വേറെ ബട്ടൺസ് ആയാലും അങ്ങനത്തെ ടൈലറിങ്ങിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോക്സുകളൊന്നും വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സുകളിലും നമുക്ക് സ്റ്റേഷനറി ആയാലും ക്രാഫ്റ്റ് ഐറ്റംസും ഒതുക്കി വെക്കാം. നമ്മൾ എപ്പോഴും കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈർപ്പം അധികമില്ലാത്ത അങ്ങനത്തെ ഷെൽഫുകൾ. തുണികളൊന്നും എനിക്ക് കാർഡ്ബോർഡ് ബോക്സിൽ വെക്കുന്ന ബോക്സിനോട് വെക്കുന്ന അത്ര താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം, പാറ്റയും മറ്റു പ്രാണികളും വരാൻ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് ബോക്സിനെ വെച്ച് നോക്കുമ്പോൾ. ഈ കാർഡ്ബോർഡ് ബോക്സുകളിൽ ക്രാഫ്റ്റ് ഐറ്റംസിനൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ എംബ്രോയിഡറി ഒക്കെ സമയത്ത് ഐറ്റംസൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. തുണി, അതിൻ്റെ ഞാൻ പഠിച്ചതിൻ്റെ തുണികളും കാര്യങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പിന്നീട് റെഫർ ചെയ്യാനൊക്കെ ആയിട്ട്. അതോടൊപ്പം തന്നെ എംബ്രോയിഡറി ചെയ്യുന്ന റിങ്ങും പകുതി ചെയ്ത് വെച്ച വർക്കുകളൊക്കെ ഇതിലിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, വീണ്ടും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം ഫ്രീ ടൈം കിട്ടുമ്പോൾ. അപ്പോൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ഐറ്റംസൊക്കെ ഞാൻ ഈ ഒരു പാക്കറ്റിലാക്കി തിരിച്ച് വയ്ക്കുകയാണ്. ഇനി പിന്നീട് ഫ്രീ കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഷെൽഫ് ഞാനെല്ലാം എടുത്ത് ആ ഷെൽഫുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം തിരിച്ച് അതിലോട്ട് തന്നെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഒറ്റ ഷെൽഫല്ല, അത് ഇത്രയും നീളമില്ല, 2 എണ്ണമായിട്ട് വാങ്ങിയിട്ട് യോജിപ്പിച്ചതുപോലെ ആക്കിയതാണ്. ഇനിയും നമുക്കത് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം അതിൽ ഓർഗനൈസ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്.
ബെഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ബെഡ് സൈഡ് ഷെൽഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആട്ടോ. പ്രത്യേകിച്ച് നമുക്ക് മെഡിസിൻസ് ഒക്കെ വെക്കാനാണ് ഞാനത് ഉപയോഗിക്കാറ്. അതായത് എമർജൻസി ആയിട്ട് നമുക്കിപ്പോൾ തലവേദന വന്നു, പെട്ടെന്ന് അപ്പോൾ ഒരു എന്താ പറയുക വിക്സോ, അല്ലെങ്കിൽ നമുക്ക് കാലുവേദന വന്നു അതിനൊരു ഓയിൽമെൻറ്റോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പനി വന്നു അതിൻ്റെ മെഡിസിൻ വൈകുന്നേരം നമുക്ക് എടുക്കുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഇതുപോലെ ഒരു ബെഡ് സൈഡ് ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ എന്ത് കാര്യങ്ങളും, ഒരു ടോർച്ചോ അങ്ങനെ അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു ഷെൽഫിൽ ഒതുക്കി നമുക്ക് വെക്കാം. അപ്പോൾ ആ ഷെൽഫ് ഞാൻ ഒതുക്കി വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഷെൽഫിലാണ് ഞാൻ ടൈലറിങ് ഐറ്റംസ് നേരത്തെ ഒതുക്കിയത് കാണിച്ചു തന്നില്ലേ, ആ ഡബ്ബയിലൊക്കെ ആക്കിയിട്ട് എംബ്രോയിഡറിയുടെ അതെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്കിന് ബെഡ് സൈഡ് ഷെൽഫ് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം അത് കിട്ടിയപ്പോൾ സന്തോഷമായി, കാരണം നമുക്ക് നല്ലതായിട്ട് ഒതുക്കിയെല്ലാം വെക്കാൻ പറ്റുന്നുണ്ട്. കുറേ നാളായിട്ട് ഇത് വാങ്ങിയിട്ട്, എന്നിരുന്നാലും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ടൈലറിങ് ഐറ്റംസ് കൂടി ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഓർഗനൈസിങ് ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കൊച്ചു ഐറ്റംസാണ് നമുക്ക് ഒതുക്കാനുള്ളത്. നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കി ഒതുക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് സ്റ്റേഷനറി, ക്രാഫ്റ്റ് ഐറ്റംസും ഇതുപോലുള്ള കൊച്ചു ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറിറ്റേഷനുമാണ്. പ്രത്യേകിച്ച് കുറേ ഐറ്റംസൊക്കെ ഒതുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാലും ഒതുക്കി കഴിഞ്ഞിട്ട് ആ ഷെൽഫുകൾ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷവും നമുക്ക് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഈ ഒരു ടാസ്ക് മറക്കാതെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.